ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെപ്പോഴും ഉണ്ടാക്കില്ല, ഇതേപോലെ നോമ്പൊക്കെ ആവുന്ന സമയത്ത് മാത്രമാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ അവിടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഭയങ്കര തിരക്കുള്ളൊരു എന്താ പറയുക ഈവനിങ് ആട്ടോ അത്. കാരണം നോമ്പ് ബാങ്ക് കൊടുക്കുമ്പോഴേക്കും നമുക്ക് എല്ലാം തയ്യാറാക്കണമല്ലോ. അപ്പം ഞാൻ വറുത്തരച്ച തേങ്ങ ചൂടാറി അപ്പം ഞാൻ നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊക്കെ അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും കൊട്ടെടുക്കും. പിന്നെ ഇളം ചൂടുള്ള വെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്, അല്ലാണ്ട് നന്നായിട്ട് ചൂടുള്ള വാട്ടറല്ല, അപ്പോൾ മേത്തേക്ക് തെറിക്കും. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അത് നന്നായിട്ട് ചിക്കനൊക്കെ കറി നമ്മൾ ആദ്യം വെച്ച് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്യണം കേട്ടോ. പിന്നെ തിളപ്പിക്കരുത്, ഇങ്ങനെ തന്നെ വെക്കണം. തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് നോക്കാണ്ട് പോവും. അപ്പോൾ ഒരിക്കലും തിളപ്പിക്കരുത്. അതോടുകൂടി നമ്മൾ തീ ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും പുതിന കുറേ ഇട്ട് കൊടുക്കരുത്, ചെറുതായിട്ടൊന്നും ഒരു ടേസ്റ്റിന് മാത്രം. പിന്നെ നമുക്ക് ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ മസ്റ്റാണ്. ഒരിക്കലും ഓയിൽ യൂസ് ചെയ്യരുത്. അപ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ ഇത് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് കൊടുത്തിട്ട് നമ്മളിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു സ്മെല്ലാട്ടോ അത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ഒരു സ്മെല്ല്. നമ്മളെ നാട്ടിലൊക്കെ പുതിയാപ്പിളാരൊക്കെ വരുമ്പോൾ ഒരു സ്പെഷ്യൽ കറി തന്നെയാണ് ഇത്. ഇതില്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല. പത്തിരി ഉണ്ടെങ്കിൽ ഇതെല്ലാവരും നമ്മളൊക്കെ നാട്ടിൽ ഉണ്ടാക്കാറുണ്ട്. ഈ കറി എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു കറിയാണ്. പിന്നെ ഈ മല്ലിപ്പൊടിൻ്റെ ഒക്കെ റെസിപ്പി അത്